ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു MS5 ഗെയിമർ ഗൈസ്. നമ്മൾ ഇന്ന് ഗൈസ് Fly+1+ വെച്ചുകൊണ്ട് ഫ്ലൈ ചെയ്ത് കണ്ട് നമ്മൾ ഇതിൻ്റെ എൻഡ് വരെ എത്തണം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇതാണെന്ന് വെച്ചാൽ സൂപ്പർമാനാണ്. എനിക്ക് 3 വെച്ച് കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ പറക്കാൻ പോണേ. കണ്ടോ ഗൈസ്, നമുക്ക് 14 സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ കാര്യമില്ല ഗൈസ്, നമ്മളിവിടെ ചാടി വീണ് നമ്മൾ ഒയ്യോ ചത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ ഗൈസ് കുറച്ച് മുമ്പ് കളിച്ചത് കൊണ്ട് എനിക്ക് അയൺമാൻ്റെ കിട്ടി. അയൺമാൻ ഗൈസ് കുറച്ചും കൂടി സീനാണ്. ഞാൻ കാണിച്ച അയൺമാൻ്റെ അടുത്ത് സെറ്റാക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ സൂപ്പർമാൻ അറ്റാക്കിയപ്പോൾ ഇല്ലേ ഇവിടെ കുടുങ്ങിന്ന്, ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഒറ്റയടിക്കാൻ ഇവിടെ എത്തി. അപ്പോൾ ഏതാണ് പ്രത്യേകത? എന്തെങ്കിലും 84 തന്നെ ഞാൻ ഒരു സാധനം ക്ലെയിം ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ഞാൻ ഇവിടെ പറക്കണേ. ലെസ്കോ, ഞങ്ങൾ അയൺമാനായിട്ട് ഇങ്ങനെ പറന്നു പോകണം, എന്നാലേ ഇവിടെ എത്തുള്ളൂ. ഓക്കെ, എത്തി. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെത്തണം. 19 ഫ്ലൈയിങ്ങിൻ്റെത്. ഓക്കെ, ഇത് കുറച്ച് ദൂരമുണ്ട് ഈ ഉള്ളത്. ഓക്കെ, അയ്യോ ബെസ്റ്റ്. എനിക്കെന്തായാലും 2 സാധനങ്ങൾ എനിക്കിപ്പോൾ അല്ലോക്കാണ്. ഇതൊക്കെ വാങ്ങിയതാണ് 84. ഓക്കെ, ഇപ്പം എനിക്കിവിടെ 4 സ്പീഡ് എടുത്തില്ല ഞാൻ എടുത്തി. ഓക്കെ, സെറ്റ്. നമ്മളിപ്പോൾ ഏത് സൂപ്പർ ഹീറോ എന്നറിയില്ല. മറ്റേത് സൂപ്പർ ഹീറോ ഞാൻ അയൺമാന് ശേഷമുള്ളത്. ഇതേതാണെന്ന് എനിക്കറിയില്ല ഗൈസ്, അതാ കുഴപ്പം. ഓക്കെ, നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് പറഞ്ഞടാ. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി നോക്കി. ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ എത്തി ഗൈസ്. അതെന്തായാലും പൊളിച്ച് ഗൈസ്. ഒറ്റയ്ക്ക് നമ്മൾ ഇവിടെ എത്തുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ താനിഷ് എന്ന് പറഞ്ഞ ഒരുത്തന് ഗൈസ് എന്ത് പറക്കലാവൻ പറക്കണേ. നമ്മൾ കണ്ട അതിന് മേലെ ഉയരത്തില്ല നമ്മളും പറഞ്ഞു. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നിന്ന് അവൻ അതിൻ്റെ അവിൽ കൂടെ പോയി. നമുക്കും പറ്റുന്നു ഗൈസ്. അതെ, നമുക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. പറ്റും ഗൈസ്, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രക്കും ഓക്കെ, ഇവിടെ ലാൻഡ് ചെയ്തിട്ടോ. ഇവിടെ നമുക്ക് ലാൻഡ് ചെയ്യാം. കറക്റ്റായി ലാൻഡ് ചെയ്ത്. ഇവിടെ വലിയ ടഫൊന്നുമില്ല. കണ്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് സേഫ് ആയിരുന്നു. കണ്ട ഇവിടുന്ന് നമ്മൾ ഒറ്റയടിക്ക് ഇവിടെ എത്തും ഗൈസ്. ഇവിടെ എത്തി. ഇനി കുറച്ചും കൂടി പോയാൽ നമ്മൾ ഇവിടെ എത്തി. 25 വിന്നെടുക്കണം. അതോ 25 വിന്നെടുത്ത് നമുക്ക് 100 ഇതാക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ വാർ മെഷീനെ വാങ്ങാം. അത്രേ ഉള്ളൂ. വാർ മെഷീൻ, ഇത് വാർ മെഷീനാണ്. 100 300 ഞാൻ 100 എഴുതിശ. ഇനി നമ്മൾ ഒന്നും കൂടി പോകണം. കുഴപ്പമില്ല, നമുക്ക് സ്പീഡുണ്ട്. ഇതിനേക്കാളും സ്പീഡുണ്ടല്ലോ പ്രാവശ്യം. ഞാൻ അതിൻ്റെ ലെവൽ കൂട്ടി. ലെസ്കോ, നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് അപ്പുറത്തേക്കും പോകണം. നമ്മൾ ലെവൽ 20 എന്തായാലും നൈസാണ്. ഓക്കെ, നമ്മൾ പറന്ന് പോകണം ഗൈസ്. ഒറ്റയ്ക്ക് ഇവിടെ എത്തി. ഓക്കെ ലെസ്കോ. ഇതിൻ്റെ ഉയരത്തിൽ കൂടെ നമ്മൾ പറക്കണം. അപ്പോൾ എത്ര വലിയ ഉയരത്തിൽ കൂടെ നമ്മൾ പറക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കി. ഒറ്റയ്ക്കാണ് ഇവിടെ എത്തിയതോ. ഇത് ഇവിടെ സ്ഥലം ഇത് ഇവിടെ തന്നെയല്ലേ. സോറി. ഓക്കെ, ഇവിടെ നമുക്ക് അധികം തപ്പൊന്നുമില്ല. കണ്ട ഇത്ര പണിയുള്ളൂ. ഒറ്റടിയാണ് ഇവിടെ എത്തി. ഈസി. ഇവിടെ കുറച്ചൊരു സീനാണ്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ പറന്നു പോകണം. അയ്യോ, നല്ല രസമുണ്ട്. അടുത്ത ഇതിന് എത്ര വേണം? 1000 പിന്നെ എന്നിട്ട് പൊന്നോ അറിയാൻ മതി. നമുക്ക് കുറച്ച് നേരം ഇവിടെ ട്രെയിൻ ചെയ്യാം. ഒരു ലെവൽ 25 നമുക്ക് പുറത്തിറങ്ങണം എന്നല്ലേ. എന്തായാലും ലെവൽ കൂട്ടാൻ ഭയങ്കര ടഫാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്നും കൂടി പോയേക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എൻഡ് വരെ എത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, എനിക്ക് മറ്റേ അയൺമാനെ വാങ്ങണം. മറ്റേ അയൺമാൻ എന്ന് വെച്ചാൽ വാർ മെഷീൻ സ്യൂട്ട് ഇട്ട അയൺമാൻ. ഞാൻ നല്ല ഉയരത്തിലപ്പോൾ പറക്കണം. കണ്ടോളൂ ഗൈസ്, കണ്ടോളൂ. അയ്യോ കറക്റ്റാ കൊയ്ക്കന്നെ പോകണം. എന്താ അവസ്ഥയാണ് നമ്മളിത്. നോക്കിയ പറക്ക്. നോക്കി 29 ആവട്ടെ. എന്നിട്ട് നമുക്ക് ഒറ്റ പറക്കലാണ് ഗൈസ്. ഇതിൻ്റെ മേലെ കൂടെ പോകും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത്ര ഉയരത്തിലേക്ക് ഇനി ഇത് ഫുള്ളാവട്ടെ. 29 ആവട്ടെ. ലെസ്കോ എത്തി. അടുത്തേലും എത്തി. ഓക്കെ, 29 ആവട്ടെ. 10. ഓക്കെ, 29. ഇനി നമ്മൾ ഇതിൽ കൂടെ സേഫായി പോകണം. ഇതെത്തും ഗൈസ്. ഇത് വലിയ ടഫൊന്നുമില്ല. വേഗം പോയാലും എത്തി. ഞാൻ പറഞ്ഞില്ല എത്തുന്നേ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ വിട്ടത്. ഇവിടെ നമുക്ക് കൺട്രോൾ ഇട്ടാതെ ഞാൻ വെറുതെ അയ്യോ. ഓക്കെ കൺട്രോൾ ഇട്ടാതെ എന്നല്ല. ഓക്കെ, ഇത് അടി തന്നെ. ഓക്കെ ഓടിക്കോ. ഓക്കെ, ഇവിടെ സൂപ്പർ ഗേളും ഉണ്ട്. ഒരു താനിഷ് എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. ഇവിടെ അയ്യോ പൊന്നെ. ചതിക്കരുത്. ഓക്കെ, 29. ഓക്കെ, അടിയെടുത്ത്. ഓക്കെ, നമ്മൾ പുതിയ സ്ഥലത്തെത്തി. 125 കൊടുത്താൽ അതാക്കും. പക്ഷെ ഇതിൻ്റെ മുകളിൽ പോയാൽ കിട്ടും. നമുക്കത് ഇതിനും ഉയരത്തേക്ക് പറക്കാൻ പറ്റുമെങ്കിൽ എന്ത് സുഖമാണ്.
ഓക്കെ പറക്കാൻ ചോദിച്ചു ഇവിടക്ക് എൻ്റെ പൊന്നുകളിയോ കുറച്ച് സീനാണിത്, കുറച്ച് വിഷയമാണത്. കാരണം ആദ്യം തന്നെ ഇങ്ങനെ നേർക്ക് പറക്കണം. അയ്യോ എത്തി 500 പിന്നെ എടുത്തു. വാർ മെഷീൻ ഡോക്ടർ സ്ട്രേഞ്ചിന് എടുക്കാമല്ലോ. അയ്യോ ഞാൻ വീണ്ടും അതായിരുന്നു 1100 എടുക്കാം എന്തായാലും പറയാം നമുക്ക്. വാർ മെഷീനെ അടുത്ത് ഇനി 1000. ഇതെത്ര ഡോക്ടർ സ്ട്രേഞ്ചിന് എത്രയാണ്? 1200. ഇതിന് 1000 ഉള്ളു. അപ്പം നമുക്ക് അടുത്തത് ഈ 1000 സ്പീഡ് ആക്കണം. അപ്പം നമുക്ക് സ്പീഡ് നോക്കാം. നമ്മൾ അവിടെ എത്തില്ലേ, അതും കടന്ന് മാറ്റാൻ നോക്കാം നമുക്ക്. അടുത്തോട്ടം പോയതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ വരെയല്ലേ എത്തിയത്, അതും കടന്ന് പോകാൻ നോക്കാം നമുക്ക്. അയ്യോ ഇതെന്തതേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ഓക്കെ ഇവിടെ എത്തി. വാർ മെഷീനാണ് കേസ് നമ്മളേക്കലുള്ളത്. ഡോക്ടർ സ്ട്രേഞ്ച് ടെക്സ് എന്ന് പറഞ്ഞ ചെക്കൻ പോകുന്നുണ്ട്. ടെക്സ് ഒറ്റടിക്കെത്തി. ഓനെങ്ങനെ പറഞ്ഞു ഞാൻ കണ്ട അതിനും അപ്പുറത്തേക്ക് എത്തി. അല്ല പിന്നെ നമ്മളോടെ കളി. ഓക്കെ എത്തി. അത് ശരി കറക്റ്റ് വെള്ളത്തിൽ കാണുന്നത്. ഞാൻ കരുതി ആ പ്ലാറ്റ്ഫോമിൽ വീഴുമെന്ന്. എന്തായാലും നമുക്ക് സ്പീഡ് ഓക്കെ. ഈ പെണ്ണിനൊക്കെ നമ്മൾ സുഖത്തി ഒട്ടിക്കണ്ട, നമ്മൾ അതിലും പറഞ്ഞു. നമുക്കിത് ഫുള്ളും പുറത്താം, അതൊക്കെ പറ്റും നമുക്ക്. അല്ല പിന്നെ നമ്മളോടെ കളിക്കാൻ നിൽക്കണേ. ഇവിടെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അധികം റോബ്ലോക്സ് ഗെയിമിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്യാനൊന്നും പറ്റൂല. ഓക്കെ ലെവൽ 30 നമുക്കൊന്ന് പോയേക്കാം. ലെവൽ 29 30 ഓക്കെ പറക്ക്. ഓക്കെ ഇവിടെ ലാൻഡ് ചെയ്താൽ കാരണം സേഫ്. ഓക്കെ പറക്ക്. ഓക്കെ ഈ കഴിഞ്ഞ വട്ടം നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തു. ഓക്കെ കുഴപ്പമില്ല. നമ്മൾ അതും കടന്നു പോയി ലാൻഡ് ചെയ്തു. അതാണ് അതിൻ്റെ പ്രോഡിസം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കുറച്ച് സേഫ് കളിക്കണം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത്രക്ക് പോയ നമ്മൾ ആരെയും ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേഗമായി നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫിനിഷ് വരെ എത്തണം. ഇത് കംപ്ലീറ്റ് ആക്കാൻ പരമാവധി നോക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് ആവില്ല എപ്പോഴാണെന്ന് അറിയാം. നമ്മൾ ഫുള്ള് സ്ഥലത്ത് എത്തുന്ന സമയത്ത് 34 ഫ്ലൈ ചെയ്തിട്ടും ഓക്കെ കുഴപ്പം. മറ്റേതിന് നമ്മൾ എത്ര എനിക്ക് അറിയില്ല അറിയട്ടെ. ഓക്കെ ഇത് നമുക്ക് പറഞ്ഞാൽ പോരെ. അല്ല പിന്നെ നമ്മളിവിടെ കളി ഇവിടെ ലാൻഡ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പറക്കും. ഇത് അടഞ്ഞതിന് ശേഷം നമ്മൾ പോകണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ നേരത്തെ നമ്മൾ നേർക്ക് പോയില്ല പൈസ കുഴപ്പമില്ല. ഓക്കെ ഇവിടെ കൂടി ശരിയാക്കട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ സെറ്റ് എത്തി. ഇവിടെയാണ് ഏറ്റവും വലിയ പണി ഈ സ്ഥലത്തിൻ്റെ. കണ്ടാ ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമുക്ക് നേർക്ക് ആദ്യം പോന്തണം. പക്ഷെ നമ്മൾ ആ പോന്തുന്ന സമയത്തോട്ട് ആ പോന്തും കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ രണ്ടാമത്തെ സ്റ്റേജും കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഒന്നും വലിയ ടഫ്നെസ് ഒന്നും ഇല്ല. കണ്ട ഇത്ര പണിയേ ഉള്ളൂ. മോൾക്കേറ്. അയ്യോ ഓക്കെ ഡോക്ടർ സ്ട്രേഞ്ച് അല്ലേ പോണേ. എന്ത് ഡോക്ടർ സ്ട്രേഞ്ച് അത് ഞാൻ എൻ്റെ മേൽക്കൂടെ. വാട്ട് ഈസ് ദിസ്? ഞാൻ പോയി കച്ചിലായി എൻ്റെ അളിയന്മാരെ. ഇതെന്താത്? ഓക്കെ ഇവിടെ കറക്റ്റ് സൂപ്പർ ഹീറോസൊക്കെ ഒരു മുത്ത് കുത്തിക്കാണ്ടുള്ള ഒരു ലാൻഡ്. ബെസ്റ്റ് സെറ്റ്. ഓക്കെ എത്തി. പറക്കും തളിക്കണം നമ്മൾ. എത്തി. ഇനി 34 ഞാൻ അവിടെ നിന്ന് അനങ്ങുള്ളൂ. ദൂരത്തുനിന്ന് പറന്നു വരാണെങ്കിൽ ഉയരത്തേക്ക് പറക്കാനേ കുഴപ്പം. പക്ഷെ ഇത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മേലേക്ക് പറഞ്ഞാൽ അതിൽ കുഴപ്പം. ഇപ്പോൾ ലാൻഡ് ചെയ്തത് കാരണം നമുക്ക് ഓൾമോസ്റ്റ് പോയിട്ടില്ലാവും. 4 ഓക്കെ സെറ്റ്. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് സ്കൂട്ടറിൽ പോകാം. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? അയ്യേ ഒറ്റടിക്ക് എത്തി കഴിച്ചു. ഇവിടെ എത്തിയ സ്റ്റേജ് 5. ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സീനാണ് പറഞ്ഞ സ്ഥലം. കണ്ട ആ ഡോക്ടർ സ്ട്രേഞ്ച് വരെ അവിടെ ഔട്ടായി. ഓരോരുത്തർക്ക് വേറെ ഇതാണല്ലേ. ഞാനും ചത്ത് ഐശ്വരിക്കോ ഗൈസ്. ഇത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ നമുക്ക് ഇത് എന്ത് ടാസ്ക് എന്ന് പറയാനെ പോയിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ലോസ് അഗെയിൻ വിൻ അഗെയിൻ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ കേട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യും. 34 ആവട്ടെ. ഓക്കെ 34 ആയി. ഇനി നമ്മൾ നേരെ ഉയരത്തേക്ക് പറക്കും.
അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. ഓക്കെ, പറന്ന് ഇവിടെ ലാൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് 34 നമ്മൾ ഒറ്റ പറക്കലായിട്ട് പറക്കും. എന്നിട്ട് നമ്മൾ നേരെ നമ്മളെ സ്റ്റേജ് ഒറ്റയടിക്കാൻ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കും. അതുകൊണ്ട് ഇത് നല്ല ഭാഗ്യമാണ്. പിന്നെ മറ്റേ ഓടിപ്പോകുന്ന മാതിരിയൊന്നല്ല ഈ പറന്നു പോണ ഈ ടാസ്ക് ചെയ്യണം. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ പറന്നു പോകുന്നില്ല. ഓക്കെ, ആദ്യം നല്ല ഉയർത്തിക്കോട്ടെ. ഓക്കെ, താന്ന് അയ്യോ യെസ്, ഞാൻ ഓവർ ഉയരത്തേക്ക് പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടതാണ്. അപ്പോത്തിന് തന്നെ അടിയത്തെ തീ തട്ടിച്ച്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? 34 അതിൻ്റെ നാസ് ചെയ്യാം. നമുക്ക് ഒറ്റയടിക്കന്നെ ഇവിടെ നിന്ന് പറന്ന് പോയാൽ പോരെ. ശരി, വെറുതെ ഞാൻ പേടിച്ചു കഴിഞ്ഞു. പൊന്നളിമാരെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയിക്കാണ്ട് മൊത്തം ഫിനിഷ് ചെയ്യാൻ അത് നടക്കൂല തോന്നുന്നു. അതാകുമ്പോൾ അത് തന്നെ അതിൻ്റെ മേലെ കൂടെ ഒരുകാണ്ട് ഓടിപ്പോയാൽ പോരെ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു വഴി ഉണ്ട്, അതിൽ കൂടെ പോകാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങോട്ടാണല്ലോ വരുന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പറ്റില്ല. എല്ലാവരും കരുത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാം. ലെറ്റ്സ് ഗോ. എത്തി. ഇതെന്താ ഗോൾഡൻ ബ്ലോക്ക്? അയ്യോ ഇവിടെ പോകുമ്പോൾ തട്ടിക്കരുത്. തട്ടിയാൽ പൊട്ടിത്തെറിക്കാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒന്നും പറ്റിയില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടുന്ന് 125 മിനിറ്റും. പക്ഷെ നമുക്ക് ഒന്നും കൂടി പോകാം. ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ, നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ നേരത്തേക്കാൾ കുറച്ചുകൂടി സ്പീഡുള്ളവനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിനിത് വാർ മെഷീനാണ്, കുറച്ച് സീനിന് സ്യൂട്ടാണിത്. പക്ഷെ അയൺമാൻ്റെ മാർക്ക് 50യും മാർക്ക് 85ൻ്റെ അത്ര പോലും പോകുന്നത് 500 മിനിറ്റും. പക്ഷെ കുഴപ്പമില്ല, ഒന്നും കൂടി പോയൊക്കെയല്ലോ. അധികം വലിയ ഏറ്റവും സ്പീഡിൽ ഉയർത്തി പറക്കുന്ന ആളാണ് ഇതിൽ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും നിർത്താനുള്ളതുണ്ട്. ഓക്കെ, നിർത്തിക്കോ. അയ്യോ ഗൈസ്, എൻ്റെ അളിയ ഞാൻ എന്താ കണ്ടുപോ. എൻ്റെ എത്തി. ഇനി നമുക്ക് മുന്നിൽ കൊണ്ടില്ല. ഞാൻ എടുത്തുക്കണോ? ഇനി 1000 മുന്നേ കൊടുക്കണ്ടെന്ന് അറിയിക്കാം. ഡോക്ടർ സ്ട്രേഞ്ചിന് എടുക്കണം, അല്ലേ വേണ്ട. നമുക്ക് 1000 589 മിനിറ്റാണ്. പക്ഷേ നമുക്കൊരു 1000 മിനിറ്റ് കൂടി. പക്ഷേ 1300 അല്ലേ? നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഇനി ഒറ്റ പറക്കലും എടുക്കാം. അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എല്ലാവരൊക്കെ. സിമ്പിളാണ് അത്. ഇനി നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം ആദ്യമൊക്കെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇതിലെത്ര സ്റ്റേജ് വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്റ്റേജ് ഓൾമോസ്റ്റ് എത്ര സ്റ്റേജ് എത്തിയെന്ന് തന്നെ എനിക്കറിയില്ല. ഇതിപ്പോൾ സ്റ്റേജ് എത്ര? ഇത് സ്റ്റേജ് 5. ഇത് കഴിഞ്ഞിട്ട് 6 സ്റ്റേജ് കഴിഞ്ഞു. 7ാമത്തെ സ്റ്റേജും കംപ്ലീറ്റ് ആക്കി. 8ാമത്തെ സ്റ്റേജും കംപ്ലീറ്റ് ആക്കി. ഇനി 9. ഇത് 10 സ്റ്റേജ് ഉണ്ടായാൽ പഠിച്ചു. ഇത് 10 സ്റ്റേജ് ആയി മതിനും. എത്ര സ്റ്റേജാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്, അതാണ് കുഴപ്പം. ഓക്കെ, കറക്റ്റ് ലാൻഡിങ്. ഇനി ഇവിടെ സൂക്ഷിച്ച് പോകണം. ഇവിടെയും സൂക്ഷിച്ച് പോയിട്ട് മസല്ലി എന്തതേ. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക്, അതും കഴിഞ്ഞ് ഇവിടുന്ന് അപ്പുറത്ത് കുറക്കണം. ഇത് കഴിച്ച് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ പറന്നുകൊണ്ട് മേൽക്ക് പോയിരുന്നെങ്കിൽ എന്ത് സുഖത്തിൽ പോയിരുന്നു. ഇത് കുഴപ്പമില്ല, വാർ മെഷീൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. സൂപ്പർമാനായിട്ടുള്ളൂ മറ്റേ ഞാൻ ഇപ്പോൾ ലാവേ വീയനെ. ഗൈസ് ഓക്കെ. നോ ഗൈസ്. ഓക്കെ. ഒറ്റടി പറക്ക്. അയ്യോ ഓക്കെ. നിർത്തുന്നു. ഇവിടെ ഗൈസ് കൺട്രോൾ ചെയ്ത് കളിക്കണം, എന്നാലും സെറ്റ് ആവുള്ളൂ. ഓക്കെ. ഇതുപോലെ മസല്ലി. ഓക്കെ. താന്ന് പോ. ഒറ്റയടിക്കാനെ. ഇവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഭാഗ്യം ഗൈസ്, കഴിഞ്ഞ വട്ടം പോലെ തന്നെ ഭാഗ്യമുണ്ട് നമുക്ക്. ഭാഗ്യം ഗൈസ്. അയ്യോ അവിടെ കുടുങ്ങല്ല. ഓക്കെ. സ്റ്റേജ് എത്തി. നമ്മൾ ഇതിൻ്റെ മേൽക്കോ പോയിട്ട് ചെയ്യാം. നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് പോകാം. ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്താൽ നിന്നുകൊണ്ട് നമുക്ക് പറന്നു പറ്റും. ഡോക്ടർ സ്ട്രേഞ്ച് എടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ നമ്മളൊക്കെ. പൈസ ഇല്ല അത്. പിന്നെ സ്പൈഡർമാൻ. ഇത് അയൺമാൻ്റെ വേറെ സ്യൂട്ടാ. ഇത് അയൺ ഹേർട്ടാണ്, ഇപ്പത്തെ അയൺമാൻ്റെ സ്യൂട്ട്. ഇത് ഫാൾക്കണ്. ഇത് നമ്മളത് ഇത് മറ്റേ ഇതന്നെയല്ലേ. ഇവൻ്റെ പേരിക്കും അറിയില്ല, മറ്റുള്ള പേര് അറിയാം. ക്യാപ്റ്റൻ മാർവൽ. ഡോക്ടർ സ്ട്രേഞ്ച് ഇത് ഇങ്ങനെ പറക്കല്ലേ പൈസ, അതാണ് എനിക്ക് മനസ്സിലാത്തത്. ബാക്കിയുള്ള സൂപ്പർ ഹീറോസൊക്കെ ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. ഞാൻ ഇതിൽ കൂടെ പോയിട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് അല്ലേ ഇങ്ങനെ പോകുന്നത്. അല്ലേ പിന്നെ ഒറ്റയടിക്കണം. നമുക്ക് 40 ഇതല്ലേ, മറ്റേതിന് 34 ഉള്ളു, ഇത് 40. നൈസ്. ഓടുന്നു. അതേ ഒരു സൂപ്പർ ഗേൾ അടക്കണേ. പക്ഷെ നമ്മൾ സൂപ്പർ ഗേൾ സ്പീഡ് ഉള്ളു. പക്ഷെ അവളാണ് ഇതിനേക്കാളും മുമ്പെത്തിയത് ഇവിടെ. പറഞ്ഞിട്ട് ഡോക്ടർ ഞാൻ എൻ്റെ പോട്ടെ. അയ്യോ അച്ഛനെ അതെങ്ങനെ കഴിച്ച്. ഇത് സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കളിക്കണം. പക്ഷെ സ്പീഡ് വേണം കഴിച്ച് ഈ ചില സ്ഥലത്തെ.
ഞാൻ അതുകൊണ്ടാണ് സ്പീഡ് കുറക്കാത്തത്. സ്പീഡ് ചില സ്ഥലത്ത് കൺട്രോൾ ചെയ്ത് കളിക്കണം. ഓക്കെ, ഞാൻ ഒറ്റയടിക്ക് പറന്നു പോയി ഗൈസ്. എത്തി. ഇവിടെ എത്തി. ഈ മരത്തിൻ്റെ ആണ് സ്റ്റോപ്പ് ചെയ്യാൻ ഇല്ല. അയ്യോ, 2x വിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭാഗ്യത്തിന് 2x വിൻ്റെ എടുത്തില്ല. 149 റോബക്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ കറക്റ്റ് ലാൻഡ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് വെക്കണം. ഈസി. ഓക്കെ, അടുത്തതിനൊക്കെ 8000. ഇതോ എന്തായാലേ ഇതേ ഒരു അയൺമാൻ പോകും. അയൺമാനൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച്. അയൺമാനേക്കാൾ പവറും ഡോക്ടർ സ്ട്രേഞ്ചിന്. ദ മാജിക്കൽ പവർ. ഓക്കെ, അമർത്തി ഇനി പറന്നായിക്കോ. അയ്യാ, ഓ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് പറക്കാൻ തുടങ്ങി. അപ്പോൾ കൊടുത്ത് ഓക്കെ എത്തി. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കും ഗൈസ്. കാരണം മറ്റേതിൽ നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ മറ്റേതിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിനാ മറ്റേ തീൻ്റെ മേലെ കൂടെ ലേസ് പോയിട്ട് നമുക്ക് ഈ പ്രാവശ്യം ഡോക്ടർ സ്റ്റേജിനായിട്ട് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ആക്ച്വലി നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡോക്ടർ സ്റ്റേജ് കുറച്ച് സീനാണ്. പിന്നെ നമ്മൾ ലെവൽ 38 നമുക്ക് റീബർത്ത് ചെയ്യാൻ ഇനി 100% വേണം. അതുകൊണ്ട് ഓക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോ. ഇവിടെ കറക്റ്റായി കൺട്രോൾ ചെയ്ത് ഓക്കെ അയ്യോ ഓക്കെ ലെറ്റ്സ് ഗോ. കറക്റ്റായി കൺട്രോൾ ചെയ്ത് ഓക്കെ ഫുള്ളാവട്ടെ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇവിടെ വലിയ എളുപ്പമാണ്. ഇത് ഞാൻ ഓനെത്തി. ഇവൻ അത് പോയോക്കട്ടെ. എനിക്ക് പറ്റുമെന്ന് നോക്കട്ടെ. എനിക്കൊന്നും പറ്റിയില്ല. അപ്പം നമുക്കൊന്ന് പോയേക്കാം. നമ്മൾ ഓക്കെ ഇവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പേടിക്കണ്ട ഇവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ടോ? ലിയോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇങ്ങോട്ടോ അയ്യോ എടാ സ്റ്റേജ് 9 കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അവിടെ എന്താ പ്രത്യേകത? അവിടെ എന്താന്ന് കേസ് ഞാൻ ഇവിടെയും കൂടി പോയോക്കട്ടെ. ഇവിടെ വലിയ അയ്യോ അവിടെ വരെ പോയതേന് കൈസ്. എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇതിൻ്റെ 2ാമത്തെ വീഡിയോ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വേണ്ടി വെച്ചപ്പോൾ കേസ് എന്താ പോയിന് കേസ് എത്ര ടഫായി അവിടെ എത്തിയത്. എന്തായാലും നമ്മൾ വെറുതെ ഒക്കെ അല്ലേ, നമുക്ക് 40 ആക്കിയിട്ട് ഒന്നും കൂടി പോയേക്കാം കൈസ്. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അടച്ചു അതിൻ്റെ അപ്പാക്കാണ് കൈസ്. ഭയങ്കര ടഫാണ് കൈസ് ആ ഭാഗം. ഞാൻ കാണുന്ന പോലെയല്ല കൈസ്. കൺട്രോൾ ചെയ്ത് ഭയങ്കര നല്ല കൺട്രോൾ ചെയ്യണം. ഞാൻ എന്തായാലും ഈ റീബർത്ത് 40 ആകട്ടെ. റീബർത്ത് ആക്കല്ല, സോറി, ലെവൽ 40 ആക്കിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി പോയേക്കാം. ഇപ്രാവശ്യം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അടച്ചു അതിൻ്റെ അപ്പാക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. 40 ആയി. നമുക്ക് ഇതാക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ് ഭയങ്കര ടഫാണ് ഗൈസ്. ഇത് കാണുന്ന മാതിരില്ല ഗൈസ്. ചില യൂട്യൂബേഴ്സൊക്കെ ഡ്രോപ്സ് എടുത്തുകൊണ്ട് പല സ്ട്രെങ്ത്തും ആക്കും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ നേരത്തെ കളിച്ച് കണ്ടെന്ന് നോക്കും. ഓക്കെ ലെറ്റ്സ് ഗോ. എത്തി. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ അയ്യോ ചത്ത് ഗൈസ്. ഞാൻ എന്തായാലും വീഡിയോ വേണ്ടി ഇപ്പോൾ കാണാം ഗൈസിനെ കൊണ്ട്. നമുക്ക് എന്തായാലും നേരത്തെ ചത്തോട് വരെ പോകാം ഗൈസ്. ഓൾമോസ്റ്റ് നമ്മൾ IS സ്കോർ എത്തിയില്ല. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയേക്കാം. അവിടെ നിന്ന് ഇനി ചാവാണെങ്കിൽ പിന്നെ എനിക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടി പോയേക്കട്ടെ. ഇനി ഇവിടെയൊക്കെ നമുക്ക് കഴിയണതുകൊണ്ട് എനിക്ക് ഇതൊന്ന് വലിയ ടഫായി തോന്നുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ അയ്യോ ഓക്കെ ഡോക്ടർ സ്ട്രേഞ്ചിനായിട്ടൊക്കെ ഞാൻ സുഖത്തിലാണ് പോകുന്നത്. ഓക്കെ വെറുതെ 25 റോബക്സ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ലേ ഗൈസ്. 25 റോബക്സ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊന്നും കൂടി പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. കറക്റ്റ് ലാൻഡിങ്. ഇനി 40 ആവട്ടെ ഗൈസ്. അല്ലെങ്കിൽ ഞാൻ നേരെ പോയിരുന്നെങ്കിൽ ഓക്കെ ഇത് വളരെ എളുപ്പമാണ്. കണ്ട ഞാൻ ഒറ്റയടിക്കന്നെ ഇവിടെ എത്തി. ഇതൊക്കെ എത്ര ഉള്ളൂ. 40 ആവട്ടെ. 10 ഓക്കെ ഫ്ലൈയിങ്ങിൻ്റെ 40 ആയിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഇവിടെ ഇത് നല്ല ഉയരത്തിൽ കുറക്കണം. ഇത് ആദ്യം ഒന്നുകൂടി നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കട്ടെ. ഓക്കെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അവിടെ എഴുതേക്കില്ല. അയ്യോ ഗൈസ് പണിയായി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വൈകിട്ട് ആക്കാം ഗൈസ്. അപ്പോൾ നല്ലത്.